നമസ്കാരം, ആദർശാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരുടെയും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാവുന്ന മാക്സിമം ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ നമ്മൾക്കറിയാത്ത കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രിക്സും കാര്യങ്ങളുമാണ് ഞാൻ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്മാർട്ട് ഫോൺ ട്രിക്സ്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു കോളത്തിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഗൂഗിൾ സിങ്കിൻ്റെ കാര്യമാണ്. ഗൂഗിൾ സിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ആദ്യമായി സെറ്റിങ്സിൽ പോകുക, യൂസർ അക്കൗണ്ട്സിൽ പോകുക, ഗൂഗിൾ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാം നിങ്ങൾക്ക് എന്താണോ സിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ കോൺടാക്ട്സ് നിങ്ങളുടെ ഗൂഗിളുമായിട്ട്, അതായത് നിങ്ങൾ ജിമെയിലുമായിട്ട് സിങ്ക് ചെയ്യും. അതിനായിട്ട് നിങ്ങളിവിടെ റൈറ്റ് കാണുന്ന സിങ്ക് നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിങ്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സൊക്കെ റിട്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ നല്ലൊരു മികച്ചൊരു പോസിറ്റീവ്. എല്ലാ മൊബൈലിലും ഉണ്ട് ഇത്, പക്ഷേ ഇതാരും ഇതിനെ ഗൗനിക്കാറില്ല. അപ്പോൾ ഇനി ഒന്ന് നോക്കുക, നല്ലൊരു സിസ്റ്റമാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ട്രിക്കാണ് *#07# ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാക്സിമം SAR ലെവലാണ് കാണിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റേഡിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും നിങ്ങളുടെ സിസ്റ്റത്തിന് എത്രയാണ് SAR ലെവൽ, എത്രയാണ് അതിൻ്റെ റേഡിയേഷൻസ് ലെവൽ എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മുടെ ഫോണിൽ അൺവാണ്ടഡ്സ് ആയിട്ടുള്ള കുറേ നോട്ടിഫിക്കേഷൻസൊക്കെ ഇങ്ങനെ വരാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റാം, അതിനെങ്ങനെ നമുക്ക് തടയിടാമെന്ന് നോക്കാം. സെറ്റിങ്സ് എടുക്കുക, മാനേജ് നോട്ടിഫിക്കേഷൻസ് എടുക്കുക. ഇപ്പോൾ ഇത് കാണുന്ന പോലെ അപ്പോൾ മാനേജ് നോട്ടിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും. നമ്മൾ എന്തൊക്കെ ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്ഷൻ കാണിക്കും, എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ. അതുപോലെ ഇരിക്കും നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്. ഇപ്പോൾ എനിക്കിതിൻ്റെ ഈ ആപ്പുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് വേണ്ട എങ്കിൽ ഇവിടെ ഞാൻ ഡിസേബിൾ ചെയ്ത് വെക്കുന്നതാണ്. ഇതിലൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ ഇൻകമ്മിങ് നമുക്ക് കുറച്ച് വെക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ സിമ്പിളല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ ഇൻസൈഡർ, അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് ഇൻസൈഡർ ഡെവലപ്പർ മോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിനെ കാണാൻ, അതായത് അതുപോലെ യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം. സെറ്റിങ്സ് എടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് എബൌട്ട് ഡിവൈസ് എടുക്കുക. എബൌട്ട് ഡിവൈസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു എബൌട്ട് ഡിവൈസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ സാധിക്കും. എബൌട്ട് ഡിവൈസ് എടുത്ത ശേഷം നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷനിൽ 7 തവണ ക്ലിക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് വെർഷനിൽ ഞാനിപ്പോൾ ഇവിടെ 7 തവണ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽഡ് നമ്പർ വരും. ബിൽഡ് നമ്പറിൽ നിങ്ങൾ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം മണ്ടയ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ ഇതിനകത്തിൽ അഡീഷണൽ സെറ്റിങ്സിനകത്താണ് ഡെവലപ്പർ ഓപ്ഷൻ ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ചിൻ്റെ ടോപ്പ് ലെവലിൽ നിങ്ങൾ സെർച്ച് ബട്ടണിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡെവലപ്പർ ഓപ്ഷൻ. ഇപ്പം ഞാൻ എൻ്റെ സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന ഓപ്ഷനിലാണ് ഡെവലപ്പർ ഓപ്ഷൻ ഇപ്പോൾ ഞാൻ എനേബിൾ ആക്കിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ വളരെ മികച്ച ഫീച്ചേഴ്സുകളാണുള്ളത്. സാധാരണ നോർമൽ ഒരു ആൻഡ്രോയിഡ് യൂസറിന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം ഞാനിത് ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യും. ഇപ്പം ഞാൻ സെർച്ച് ചെയ്യുന്നോട്ട് കാണാം ഡെവലപ്പർ ഓപ്ഷൻ സെർച്ച് ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് അഡീഷണൽ സെറ്റിങ്സിനകത്താണ് കിടക്കുന്നത്. അഡീഷണൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇതാ കിടക്കുന്നു ഡെവലപ്പർ ഓപ്ഷൻ. ഇവിടെ നിന്ന് നിങ്ങൾക്കിത് ഡിസേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓൺ ആക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ട്രിക്ക് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ നോക്കൂ, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു ഡെവലപ്പർ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതൊരു നോർമൽ യൂസറിനകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. I am Adarsh signing off by online Mallu YouTuber. നമസ്തേ. പിന്നെ ഒരു കാര്യം മറന്നു പോരല്ലേ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക,
പിന്നെ എൻ്റെ ഈ ചാനൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുക.